ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകളും സമീപനങ്ങളും വിശകലനം ചെയ്യുന്ന മീഡിയ വാച്ച് ടോക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ റയീസ് TK. വിട പറഞ്ഞ മഹാസാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന് വിയോഗ വാർത്ത മലയാള മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ചാണ് മീഡിയ വാച്ച് ടോക്കിന്റെ ഈ എപ്പിസോഡ് സംസാരിക്കുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ച് MTയുടെ വിയോഗം അദ്ദേഹത്തിന്റെ തന്നെ രചനയായ സുഹൃതം സിനിമയെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് സംഭവിച്ചത്. ക്യാൻസർ ബാധിതനായ പത്രപ്രവർത്തകൻ രവിശങ്കർ രോഗമോചിതനായി പത്രം ഓഫീസിലെത്തുമ്പോഴാണ് സ്വന്തം മേശയിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള തന്റെ ചരമവാർത്ത കാണാനിടയാവുന്നത്. അത് അദ്ദേഹത്തിലുണ്ടാക്കിയ ആഘാതം MT എന്ന അക്കാലത്തെ പത്രാധിപർ വൈകാരികതയോടെ സുഹൃതം സിനിമയിൽ വരച്ചിടുന്നുണ്ട്. അതുപോലെ തന്റെ മരണവാർത്തയോട് അനുബന്ധിച്ചുള്ള ഫീച്ചറുകൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരിക്കാൻ ഇടയുള്ള പത്രങ്ങളെയെല്ലാം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് പത്രം ഓഫീസുകൾക്ക് അവധിയുള്ള ക്രിസ്മസ് ദിനത്തിൽ MT യാത്രയായത്. എങ്കിലും പ്രത്യേക എഡിഷനുകൾ പ്രിന്റ് ചെയ്തുകൊണ്ട് മിക്ക പത്രങ്ങളും അന്ന് MTയെ അനുസ്മരിച്ചു. ആദ്യം ദേശാഭിമാനി ദിനപത്രം MTയെ എങ്ങനെ ഓർക്കുന്നു എന്ന് നോക്കാം. MTയുടെ മരണ ദിവസം മടങ്ങി യുഗപ്രതിഭ എന്ന തലക്കെട്ടോടു കൂടിയാണ് ദേശാഭിമാനി പ്രത്യേക പതിപ്പ് പുറത്തിറക്കിയത്. ഒന്നാം പേജിൽ MTക്ക് ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. MTയുടെ സിനിമകളെയും കഥകളെയും നോവലുകളെയും യാത്രാ വിവരണങ്ങളെയും ബാലസാഹിത്യ കൃതികളെയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ദേശാഭിമാനി. എഴുത്തുകാരനപ്പുറത്തേക്ക് MT എന്ന സമരനായകനെ കൂടി വായനക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് ദേശാഭിമാനി ദിനപത്രം. കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം നിലക്കാതിരിക്കാൻ സമരത്തിലിറങ്ങിയ പോരാളി എന്ന തലക്കെട്ടിൽ MT എന്ന സർഗവിസ്മയത്തിനപ്പുറത്തേക്കുള്ള സമര പോരാളിയെ ദേശാഭിമാനി ഓർക്കുന്നു. കോഴിക്കോട് മലാപ്പറമ്പിലെ AUP സ്കൂളിന്റെ പ്രവർത്തനം നിർത്തുന്നതിനെതിരെ നടന്ന സമരത്തിലെ MTയുടെ പങ്കാളിത്തമാണ് വാർത്തയിൽ സൂചിപ്പിക്കുന്നത്. മാന്ത്രിക സ്പർശം എന്ന തലക്കെട്ടിൽ M മുകുന്ദന്റെ ഓർമ്മകൾ ദേശാഭിമാനി നൽകുന്നുണ്ട്. ആദ്യമായി ആഴ്ച പതിപ്പിലേക്ക് കഥ എഴുതിയപ്പോൾ ആ കഥ പ്രസിദ്ധീകരിക്കാതെ തിരിച്ചയച്ചതിലുള്ള സങ്കടവും എന്നാൽ പിന്നീട് അയച്ച കഥകൾ MT പ്രസിദ്ധീകരിച്ചതിനെ കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവെക്കുന്നുണ്ട് ഈ എഴുത്തിൽ. വാക്കിന്റെ ഊക്കും തൂക്കവും എന്ന തലക്കെട്ടിൽ C രാധാകൃഷ്ണന്റെയും പറയാൻ ബാക്കി വെച്ചത് എന്ന പേരിൽ സൂര്യകൃഷ്ണമൂർത്തിയുടെയും വലിയ വായന എന്ന തലക്കെട്ടിൽ EP രാജഗോപാലിന്റെയും ഒരു മുറി കണ്ണാടിയിൽ ഒന്നു നോക്കി എന്ന തലക്കെട്ടിൽ NS സജിത്തിന്റെയും മഞ്ഞുപോലെ എന്ന തലക്കെട്ടിൽ NP ഹാഫിസ് മുഹമ്മദിന്റെയും ഒഴിഞ്ഞ കടവ് എന്ന തലക്കെട്ടിൽ N രാജിന്റെയും നമ്മൾ ഇരുട്ടിലായി എന്ന തലക്കെട്ടിൽ KP രാമനുണ്ണിയുടെ എഴുത്തുകളും കൂടെ മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ തുടങ്ങിയവർ എഴുതിയ ഓർമ്മകളും ഈ സ്പെഷ്യൽ പതിപ്പിലുണ്ട്. MTയുടെ പഴയകാല ഫോട്ടോകളാൽ മനോഹരമാക്കിയിട്ടുണ്ട് ദേശാഭിമാനിയുടെ ഈ പ്രത്യേക പതിപ്പ്. അടുത്ത ദിവസം MT കാലവും കടന്ന് എന്ന തലക്കെട്ടിൽ ജാക്കറ്റ് പേജോട് കൂടി വാർത്തകൾ നൽകുന്നുണ്ട് ദേശാഭിമാനി ദിനപത്രം. സിനിമ സാഹിത്യ രംഗത്തുള്ളവരുടെ MT ഓർമ്മകളാണ് ഇതിൽ കൂടുതലും. കൂടെ MTയുടെ മകൾ അശ്വതി V നായരുടെ ഓർമ്മകളും നൽകിയിട്ടുണ്ട്. പത്രത്തിന്റെ മുഖപ്രസംഗവും സെൻട്രൽ സ്പ്രെഡും MTയെ കുറിച്ചുള്ള എഴുത്തുകളാണ്. വൻമരത്തിന്റെ ഗൗരവം എന്ന പേരിൽ അശോകൻ ചെരുവിൽ എഴുതിയ ലേഖനവും MT എന്ന പാഠപുസ്തകം എന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ ലേഖനവും മലയാളത്തിന്റെ ദുഃഖം എന്ന തലക്കെട്ടിൽ T പത്മനാഭന്റെ എഴുത്തും മാന്ത്രിക സ്പർശം എന്ന തലക്കെട്ടിൽ M മുകുന്ദന്റെ എഴുത്തും കാലമേ നന്ദി എന്ന തലക്കെട്ടിൽ ഒരു ലേഖനവും ഇതിൽ നൽകിയിട്ടുണ്ട്. വിശ്വസാഹിത്യകാരൻ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. മുഖപ്രസംഗം തുടങ്ങുന്നത് ലോക സാഹിത്യ ഭൂപടത്തിൽ കേരളത്തിന്റെ മേൽവിലാസം രേഖപ്പെടുത്തിയ എഴുത്തുകാരനെന്ന് MTയെ വിശേഷിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കഥകളുടെ പെരുന്തച്ചൻ എന്ന തലക്കെട്ടിൽ അന്ത്യയാത്രയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി സ്പെഷ്യൽ പേജും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ദേശാഭിമാനി ദിനപത്രം. അടുത്തതായി മാധ്യമം ദിനപത്രം MTയെ എങ്ങനെ ഓർക്കുന്നു എന്ന് നോക്കാം. മാധ്യമവും MTയുടെ മരണ ദിവസം സ്പെഷ്യൽ പേപ്പർ പുറത്തിറക്കുന്നുണ്ട്. MT കുറഞ്ഞു മലയാളത്തിന് 2 അക്ഷരം എന്ന തലക്കെട്ടിലാണ് സ്പെഷ്യൽ പേപ്പർ പ്രസിദ്ധീകരിച്ചത്. കാലമേ നന്ദി എന്ന തലക്കെട്ടിൽ MTയെ ഓർക്കുകയാണ് മാധ്യമം ദിനപത്രം. ഉൾപേജിൽ മമ്മൂട്ടിയുടെ എഴുത്തും അനുബന്ധ വാർത്തകളും നൽകിയിട്ടുണ്ട്. കൂടെ നിളചേർന്നു നിത്യതയിൽ എന്ന തലക്കെട്ടിൽ KA സൈഫുദ്ദീന്റെ ഒരു ഫീച്ചറും നൽകിയിട്ടുണ്ട് മാധ്യമം ദിനപത്രം. MT എന്ന സാഹിത്യകാരനിലൂടെയുള്ള യാത്രയാണ് ഈ ലേഖനം. കൂടെ കൂടല്ലൂരിന്റെ കാലടികൾ എന്ന പേരിൽ ഒരു ഫീച്ചറും ന്യൂസ് ഡെസ്കിൽ നിന്നും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കൂടല്ലൂർ എന്നാൽ MTക്ക് ജന്മഗ്രാമം മാത്രമല്ല, സർഗജീവിതത്തിന്റെ ജീവവായു കൂടിയാണ്. തുടർന്ന്
രണ്ടാമൂഴം സൃഷ്ടിച്ച രണ്ടാമൂഴം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ഫീച്ചറിൽ MT മുമ്പ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്ന കാലവും അതിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും ആ സമയം രണ്ടാമൂഴം എഴുതി തീർന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. വാസു MT ആകുന്നു എന്ന തലക്കെട്ടിൽ MY മുഹമ്മദ് റാഫിയുടെ ഒരു ലേഖനം കൂടി നൽകിയിട്ടുണ്ട് മാധ്യമം ദിനപത്രം. ഇനിയുള്ള ജീവിതം എഴുതാനാണെന്ന് തീരുമാനിച്ചുകൊണ്ട് വിക്ടോറിയയുടെ പടിയിറങ്ങുന്ന വാസു അങ്ങനെ MT ആയി തീർന്നു എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അടുത്ത ദിവസത്തെ പത്രത്തിൽ കഥനഭാരം എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ വേർപാടിന്റെ വാർത്ത മാധ്യമം നൽകുന്നുണ്ട്. ഉൾപേജിൽ തിരയല്ലത് ജീവിതം എന്ന തലക്കെട്ടിൽ MTയുടെ തിരക്കഥകളെ പരാമർശിക്കുന്ന ഒരു ലേഖനവും നൽകിയിട്ടുണ്ട്. കൂടെ MTയുടെ ജീവചരിത്രം പ്രകാശിതമാവും മുമ്പാണ് ഈ വിയോഗം എന്ന വാർത്തയും മാധ്യമം നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും മോഹൻലാലും മമ്മൂട്ടിയും MTയെ ഓർക്കുന്നതും വാർത്തകളായി നൽകിയിട്ടുണ്ട് മാധ്യമം ദിനപത്രം. MT ചെയ്ത തകഴിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയെക്കുറിച്ച് തകഴിയെ പകർത്താൻ MT എത്തി, കഥാകാരൻ അഭിനേതാവായി എന്ന തലക്കെട്ടിൽ മാധ്യമം വാർത്ത നൽകുന്നുണ്ട്. മഞ്ഞോട് ചേർന്ന് എന്ന തലക്കെട്ടിലാണ് മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള വാർത്ത മാധ്യമം നൽകിയത്. MTയുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് തീക്ഷ്ണ മരുന്നുകൾ കൊല്ലാതെ വിട്ട കുട്ടി എന്ന തലക്കെട്ടിൽ ഒരു ഫീച്ചർ നൽകുന്നുണ്ട് മാധ്യമം ദിനപത്രം. ആ വാർത്ത പറയുന്നത് ഇങ്ങനെയാണ്: ഗർഭമലസിപ്പിക്കാൻ മരുന്നുകൾ കഴിച്ച അമ്മാളുവിന്റെ ഉള്ളിലെ ഗർഭസ്ഥ ശിശു മരിച്ചില്ല എന്ന കാര്യം പറയുകയും ആ മരുന്ന് നൽകേണ്ടെന്ന് വൈദ്യന്മാർ പറയുകയും ചെയ്തതിനെ തുടർന്നാണ് അമ്മാളു അമ്മയ്ക്ക് വാസുദേവൻ എന്ന കുട്ടി ജനിക്കുന്നത്. തുടർന്ന് യുഗസന്ധിയുടെ കഥാകാരൻ എന്ന പേരിൽ ജയമോഹന്റെ ഒരു ലേഖനവും മാധ്യമം നൽകിയിട്ടുണ്ട്. MTയുടെ കഥകളെയും കഥാപാത്രങ്ങളെയും കുറിച്ചാണ് ഈ ലേഖനം പറയുന്നത്. MT പഠിപ്പിച്ച നിശബ്ദ പാഠങ്ങൾ എന്ന തലക്കെട്ടിൽ KP രാമനുണ്ണിയുടെ ഒരു ലേഖനവും മാധ്യമം നൽകിയിട്ടുണ്ട്. വികാരാധീനനായി പപ്പേട്ടൻ എന്ന തലക്കെട്ടിൽ MTയുടെ അന്ത്യയാത്ര കാണുന്ന T പത്മനാഭനെ കുറിച്ചും മാധ്യമം വാർത്ത നൽകിയിട്ടുണ്ട്. MT കാലത്തിന്റെ വിസ്മയം എന്ന തലക്കെട്ടിൽ KP ജയകുമാറിന്റെ MTയുടെ രചനകളെക്കുറിച്ചുള്ള ഒരു ലേഖനവും മാധ്യമം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാലം സാക്ഷി എന്ന തലക്കെട്ടിൽ MTയുടെ അന്ത്യയാത്രയുമായി ബന്ധപ്പെട്ട KP വിഭീഷിന്റെ ബൈലൈൻ സ്റ്റോറിയും നൽകിയിട്ടുണ്ട് മാധ്യമം ദിനപത്രം. എന്റെ മാർഗദർശി സുഹൃത്ത് എന്ന തലക്കെട്ടിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ദാമോദർ മൗജോ MTയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന തലക്കെട്ടിൽ MTയുടെ ജീവിതത്തെക്കുറിച്ച് AK സൈഫുദ്ദീൻ എഴുതിയ ലേഖനവും മാധ്യമം നൽകിയിട്ടുണ്ട്. പിണറായി വിജയൻ, VD സതീശൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും PK പാറക്കടവ് അടക്കമുള്ള സാഹിത്യ സാംസ്കാരിക പ്രമുഖരും എഴുതിയ ഓർമ്മകൾ മാധ്യമം ദിനപത്രം നൽകുന്നുണ്ട്. കൂടെ സ്മൃതിപഥങ്ങളിൽ ഒതുങ്ങാത്ത കാലം എന്ന തലക്കെട്ടിൽ MTയുടെ ജീവിതകാലം വിവരിക്കുന്ന രീതിയിൽ പ്രത്യേക പേജും MTയെ അനുസ്മരിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗവും മാധ്യമം ദിനപത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അടുത്തതായി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ നിശ്ചലം നിളാഹൃദയം എന്ന തലക്കെട്ട് മാസ്റ്റ് ഹെഡിന് മുകളിൽ നൽകിക്കൊണ്ടാണ് പത്രം MTയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത്. കാലം കടന്ന് MT എന്ന തലക്കെട്ടിൽ MTയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നുണ്ട് കേരള കൗമുദി. ഉൾപേജിൽ അമൃതം ഗമയ എന്ന തലക്കെട്ടിൽ അന്ത്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളും ഫോട്ടോകളും നൽകിയിട്ടുണ്ട്. കൂടെ മുഖ്യമന്ത്രിയും മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യകാരന്മാരും ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. സ്വർഗം തുറക്കുന്ന സമയം എന്ന തലക്കെട്ടിൽ സെൻട്രൽ സ്പ്രെഡ് നൽകിക്കൊണ്ടാണ് കേരള കൗമുദി MTയുടെ വാർത്തകൾ നൽകിയിട്ടുള്ളത്. ഇതിൽ അന്ന് ഞങ്ങൾ ഒരുമിച്ച് സിനിമ കണ്ടു, ഒരു കട്ടിലിൽ ഉറങ്ങിയെന്ന തലക്കെട്ടിൽ T പത്മനാഭൻ അദ്ദേഹത്തിന്റെ പഠനകാലം മുതൽ MTയുമൊത്തുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. നഷ്ടമായത് സ്വന്തം ജ്യേഷ്ഠനെ എന്ന തലക്കെട്ടിൽ ജ്ഞാനപീഠം ജേതാവ് ഡോക്ടർ പ്രതിഭ റായിയും വീട്ടിലെ MT എന്ന തലക്കെട്ടിൽ കലാമണ്ഡലം സരസ്വതി ടീച്ചറിന്റെ ഓർമ്മകളും എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എന്ന തലക്കെട്ടിൽ അശ്വതി ശ്രീകാന്തും ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. തുടർന്ന് മലയാളത്തിന്റെ മേൽവിലാസം എന്ന തലക്കെട്ടിൽ മുഖപ്രസംഗം എഴുതുന്നുണ്ട് കേരള കൗമുദി. MT ഒരു കാലമാണ്, സമയചക്രം ഒരിക്കലും ബാധകമല്ലാത്ത കാലം. MT വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭ മടങ്ങുമ്പോൾ മലയാള സാഹിത്യത്തിലെ ഒരു സുവർണയുഗം അസ്തമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം ആരംഭിക്കുന്നത്. തുടർന്നുള്ള എല്ലാ പേജുകളും MTയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. എഴുതാൻ ധൈര്യം പകർന്ന പത്രാധിപർ എന്ന തലക്കെട്ടിൽ സേതുവിന്റെ ലേഖനവുമുണ്ട്. MT പത്രാധിപരായിരുന്ന മാതൃഭൂമി വാരികയിലേക്ക് തന്റെ കഥ അയച്ചു കൊടുത്തതും അത് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ് ഇതിൽ പറയുന്നത്. രമേശ് പുതിയ മഠം എഴുതിയ എന്തേ MT ചിരിക്കാതിരിക്കുന്നത് എന്ന കുറിപ്പും കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. സുഹൃത്തത്തെ ഓർമ്മിച്ച് മടക്കം എന്ന തലക്കെട്ടിൽ 10 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും പത്രങ്ങൾക്ക് പിടി നൽകാതെ MT ക്രിസ്മസ് അവധി ദിനത്തിൽ യാത്രയായതിനെ കുറിച്ചും ഫീച്ചർ നൽകുന്നുണ്ട് കേരള കൗമുദി. അജന്യ RS എഴുതിയ
സൗഹൃദ ചരടിൽ ഹരിഹരനും എം ടിയും എന്ന കുറിപ്പ് എം ടിയും സംവിധായകൻ ഹരിഹരനുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കെ പി സജീവൻ എഴുതിയ നിലപാട് തറയിൽ ഉറച്ചുനിന്ന സിനിമാക്കാരൻ എന്ന കുറിപ്പും കേരള കൗമുദി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിൽ മലയാള സിനിമയുടെ ഗതിവിഗതികൾ മാറ്റി എഴുതിയ എം ടിയെ കുറിച്ചാണ് പറയുന്നത്. കെ പി സുധീർ എഴുതിയ എം ടി ഏകാഗിയുടെ വിസ്മയം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവെക്കുന്നുണ്ട്. തുടർന്നുള്ള പേജുകളിൽ മായില്ല ഈ കാലം എന്ന തലക്കെട്ടിൽ എം മുകുന്ദനടക്കമുള്ള മലയാളത്തിലെ സാഹിത്യ സാംസ്കാരിക വ്യക്തിത്വങ്ങൾ എം ടിയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. വാക്കുകൾക്ക് വാളിന്റെ മൂർച്ച എന്ന തലക്കെട്ടിൽ വി ആർ സുധീഷ് എം ടിയുടെ കഥകളെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നിലച്ചത് മലയാളത്തിന്റെ അക്ഷരപുണ്യം എന്ന തലക്കെട്ടിൽ സ്വാതി കൃഷ്ണയുടെ ലേഖനവും കേരള കൗമുദി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടുത്തതായി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ എം ടി സ്പെഷ്യൽ എഡിഷൻ പുറത്തിറക്കുന്നുണ്ട് മലയാള മനോരമ. പ്രിയ എം ടി, നന്ദി ഇവിടെ ജീവിച്ചതിന്, എഴുതിയതിന് എന്ന സമർപ്പണത്തോടെ തുടങ്ങുന്ന ഈ പ്രത്യേക പതിപ്പിൽ കാലം മൗനിയായി എന്ന തലക്കെട്ടിലാണ് വിയോഗവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. മലയാളത്തിന്റെ വിളക്കുമരം എന്ന തലക്കെട്ടിൽ എം ടിയുടെ ഒരു പ്രൊഫൈലും മലയാള മനോരമ നൽകുന്നുണ്ട്. സ്വർഗം തുറക്കുന്ന വാക്ക് എന്ന തലക്കെട്ടിൽ എം മുകുന്ദൻ എഴുതിയ ലേഖനവും പ്രസിദ്ധീകരിക്കുന്നുണ്ട് മലയാള മനോരമ. വിയോജിപ്പുള്ള ലോകത്ത് സ്വന്തമായൊരു ലോകം പണിയാൻ എം ടിക്ക് കഴിഞ്ഞു. അതാണ് എം ടിയുടെ വിജയം എന്ന കാര്യമാണ് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നത്. തുടർന്ന് ജീവിതം എഴുതിയപ്പോൾ എന്ന തലക്കെട്ടിൽ ആത്മകഥ ചോദിച്ചു ചെന്നെത്തിയതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ കെ സി നാരായണൻ പങ്കുവെക്കുന്നുണ്ട്. എം ടിയെക്കുറിച്ച് എം ടി എന്ന തലക്കെട്ടിൽ എം ടിയെക്കുറിച്ച് എം ടിക്ക് എന്താണ് പറയാനുള്ളത് എന്നതിൻ്റെ ഉത്തരം ശ്രീജിത്ത് പെരുന്തച്ചൻ ഒരു ലേഖനമായി എഴുതിയിട്ടുണ്ട്. തുടർന്ന് വായിച്ചു തീരാത്ത ഒരു കഥ പോലെ എന്ന തലക്കെട്ടിൽ മുഖപ്രസംഗവും എഴുതുന്നുണ്ട് മലയാള മനോരമ. മലയാള ഭാഷയെയും സംസ്കാരത്തെയും കൂടുതൽ സമ്പന്നമാക്കിക്കൊണ്ടാണ് എം ടി മറയുന്നത് എന്നാണ് മുഖപ്രസംഗം പറയുന്നത്. പറയേണ്ടത് മാത്രം പറഞ്ഞ എം ടി എന്ന തലക്കെട്ടിൽ ഡോക്ടർ കെ ശ്രീകുമാർ എം ടിയുടെ ജീവചരിത്രം എഴുതിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ലേഖനവുമുണ്ട്. ജീവചരിത്രത്തിന്റെ പ്രകാശനത്തിന് കാത്തു നിൽക്കാതെ എം ടി വിടവാങ്ങിയതിന്റെ വിഷമവും ഇതിൽ എടുത്തു പറയുന്നുണ്ട്. മലയാള മനോരമ ചീഫ് എഡിറ്റർ മാമൻ മാത്യു അനശ്വരതയുടെ ഇതൾ എന്ന തലക്കെട്ടിൽ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. തുടർന്ന് ഭാഗ്യജാതകം എന്ന തലക്കെട്ടിൽ എം എൻ കാരശ്ശേരി എഴുതിയ ലേഖനവും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ഓർമ്മയ്ക്കോ സർഗശേഷിക്കോ ഒരു തളർച്ചയും മേശാതെ ആ കലാജീവിതം തെളിഞ്ഞു കത്തി എന്ന കാര്യമാണ് കാരശ്ശേരി ലേഖനത്തിൽ എടുത്തു പറയുന്നത്. കൂടെ തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന തലക്കെട്ടിൽ ടി പത്മനാഭന്റെ ലേഖനവും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവർ പലരും മനോരമയുടെ പേജിലൂടെ എം ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. മലയാളിയുടെ ആത്മകഥ എന്ന തലക്കെട്ടിൽ വിശദമായൊരു ഫീച്ചറും മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എം ടി, വാക്കുകൊണ്ടും തിരശീലയിലെ ഇരുൾ വെളിച്ചം കൊണ്ടും അങ്ങ് സൃഷ്ടിച്ച സർഗപ്രപഞ്ചത്തോളം വലുപ്പമാർന്ന സ്മാരകം മറ്റെന്ത് എന്നാണ് ഫീച്ചർ എം ടിക്ക് വിട നൽകിക്കൊണ്ട് പറയുന്നത്. തുടർന്ന് നാട്ടുകഥകളിലെ എം ടി നിറയെ മിണ്ടുന്ന ആളെന്ന തലക്കെട്ടിൽ വി കെ ശ്രീരാമൻ എഴുതിയ ലേഖനവും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. എം ടിയുടെ നാട്ടുകഥകളെ കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. തുടർന്ന് സാഹിത്യ നഗരമായ കോഴിക്കോടുമായി എം ടിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചുള്ള കുറിപ്പുകളാണ് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. ആ കണ്ണുകൾ നിറഞ്ഞു കണ്ട ദിവസം എന്ന തലക്കെട്ടിൽ സി രാധാകൃഷ്ണനും ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. കഥയുടെ നെറുകയിൽ തൊട്ട സർഗസ്പർശം എന്ന തലക്കെട്ടിൽ സേതുവിന്റെ ഒരു ലേഖനവും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ആദ്യ കഥയ്ക്ക് എം ടി വഴിയൊരുക്കിയതിനെ കുറിച്ചാണ് ഈ ലേഖനം പറയുന്നത്. എന്റെ ഭാഷ എന്റെ അവകാശം എന്ന തലക്കെട്ടിൽ നൽകിയ ഫീച്ചറിൽ മലയാള ഭാഷയെ പ്രണയിച്ച എം ടിയെ കുറിച്ചാണ് മലയാള മനോരമ പറയുന്നത്. തിരക്കഥ തീത്തിര എന്ന തലക്കെട്ടിൽ മോഹൻലാൽ എഴുതിയ ലേഖനവും ആ ഹൃദയത്തിൽ ഒരിടം അതാണ് വലിയ ഭാഗ്യം എന്ന തലക്കെട്ടിൽ മമ്മൂട്ടിയുടെ ലേഖനവും എന്നെ മലയാളിയാക്കിയ എഴുത്തുകാരൻ എന്ന തലക്കെട്ടിൽ ശാരദയുടെ ലേഖനവും ഏറ്റവും പ്രിയങ്കരനായ എം ടി എന്ന തലക്കെട്ടിൽ കമൽഹാസന്റെ ലേഖനവും മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എം ടിയുടെ ആദ്യ ഭാര്യ പ്രമീള നായരെയും മകൾ സിതാരയെയും കുറിച്ചുള്ള ഒരു ഫീച്ചർ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. ആത്മകഥയിൽ ഇല്ലാത്തത് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ഫീച്ചർ എഴുതാതെ പോയ ഒരു ജീവിതകഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രമീള നായരും എം ടിയും തമ്മിലുള്ള ബന്ധവും ദാമ്പത്യ ജീവിതവും വിശദമാക്കുന്നത്. എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീള നായരുമായുള്ള ദാമ്പത്യം എം ടിയുടെ ജീവിതത്തിലെ എഴുതപ്പെടാത്ത അധ്യായങ്ങളിൽ ഒന്നായി ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് ഫീച്ചർ പറയുന്നു. പ്രമീളയുമായി നൈനിറ്റാളിൽ പോയതിനു ശേഷമാണ് എം ടി മഞ്ഞെഴുതുന്നത് എന്ന കാര്യം ലേഖനം ഓർമ്മിപ്പിക്കുന്നു. എം ടിയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തിയതിൽ പ്രമീളയുടെ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്നും ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. 1999 പ്രമീള നായർ അന്തരിച്ചു. മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ഭാര്യ പ്രമീള നായരെ കൂടി മലയാള മനോരമ ഈ സന്ദർഭത്തിൽ ഓർമ്മിച്ചത് വളരെ അർത്ഥവത്തായി എന്നാണ് മീഡിയ വസ്ലോഗ് നിരീക്ഷിക്കുന്നത്. സക്കറിയ, കെ ആർ മീര, ഷാഹിന ബഷീർ തുടങ്ങിയവർ പങ്കുവച്ച എം ടി ഓർമ്മകളും
മലയാള മനോരമ നൽകിയിട്ടുണ്ട്. പ്രത്യേക പതിപ്പിന്റെ അവസാന പേജ് മലയാള മനോരമ വളരെ ക്രിയാത്മകമായി മാറ്റി എന്നാണ് മീഡിയ വാച്ച് ലോഗിന്റെ അഭിപ്രായം. കഥാശേഷം എന്ന തലക്കെട്ടിൽ നൽകിയ പേജ് MTയുടെ രചനകളിലെ കഥാപാത്രങ്ങൾ MTയോട് യാത്ര പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ രൂപം ആർട്ടിസ്റ്റ് വരച്ചിട്ടുമുണ്ട്. താങ്ക്സ് മൈ ഡിയർ ഇന്ത്യൻ ഗസ്റ്റ്, ബൈ ബൈ എന്ന തലക്കെട്ടിൽ ഷെർലക് എന്ന കഥയിലെ ഷെർലക് എന്ന പൂച്ച, അതുപോലെ പ്രശസ്തരായ മറ്റ് കഥാപാത്രങ്ങളെയും ഈ ഒരു പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി മാതൃഭൂമി ദിനപത്രത്തിലേക്ക് വരുമ്പോൾ MT സാദരം എന്ന തലക്കെട്ടോടു കൂടിയാണ് മാതൃഭൂമി സ്പെഷ്യൽ എഡിഷൻ പുറത്തിറക്കിയത്. അക്ഷരങ്ങളുടെ ശില്പിക്ക് പ്രണാമം അർപ്പിക്കുന്ന ഈ പതിപ്പ് MTയുടെ ജീവിതം ടൈം ലൈനായി ദൃശ്യവത്കരിക്കുന്നുണ്ട്. MT ഞങ്ങളുടെ പത്രാധിപർ എന്ന തലക്കെട്ടിൽ MP സുരേന്ദ്രൻ എഴുതിയ ഒരു ലേഖനവും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. MTയുടെ മാതൃഭൂമി കാലത്തെക്കുറിച്ചാണ് ലേഖനം പറയുന്നത്. തുടർന്ന് ഹരിലാൽ രാജഗോപാൽ എഴുതിയ കഥ പൂക്കുന്ന പുഴത്തീരം എന്ന തലക്കെട്ടിൽ ഒരു ലേഖനവും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. നിളയുടെ മണലിനെ പൊള്ളിക്കുന്ന വെയിലിലാണ് കത്തിക്കാളുന്ന കഥാപാത്രങ്ങളൊക്കെയും ഉയർത്തത് എന്ന് ഈ ലേഖനം പറയുന്നു. ഏകാന്തത ഏകാഗ്രത എന്ന തലക്കെട്ടിൽ ശ്രീകാന്ത് കോട്ടക്കൽ എഴുതിയ ലേഖനത്തിൽ MTയുടെ കഥകളെയും ജീവിതത്തെയും വള്ളുവനാടൻ ഭാഷയുടെ ലാവണ്യത്തെയും കഥാപാത്രങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ചന്ദ്രശേഖര കമ്പാർ എഴുതിയ തലകുലിക്കാത്ത MT എന്ന ലേഖനവും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് N ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന ഒരു സാഹിത്യ സമ്മേളനത്തിൽ കണ്ടുമുട്ടിയത് മുതലുള്ള MTയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. MTയുടെ ആദ്യം എന്ന തലക്കെട്ടിൽ MTയുടെ ആദ്യ കഥ, തിരക്കഥ, കഥാസമാഹാരം, നോവൽ, ലേഖനം, സംവിധാനം, അവാർഡ് എന്നിവയെക്കുറിച്ചുള്ള ഒരു ഫീച്ചറും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. സാഹിത്യത്തിനായി വലിച്ച വലിയെന്ന തലക്കെട്ടിൽ MTയുടെ പുകവലിയെക്കുറിച്ചുള്ള അനുഷ ഗോവിന്ദന്റെ ഒരു വ്യത്യസ്തമായ ഫീച്ചറും മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. NS മാധവൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ തുടങ്ങി സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരുടെയും മധു, സീമ, കമൽഹാസൻ, ഹരിഹരൻ തുടങ്ങി സിനിമാ രംഗത്തുള്ളവരും MTയുമൊത്തുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ പഠിച്ച ഇതിഹാസം എന്ന തലക്കെട്ടിൽ MTയുടെ മകൾ അശ്വതി ശ്രീകാന്തിന്റെ ലേഖനവും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഒരു തീക്കഷ്ണം ബാക്കി എന്ന പേരിൽ ഷീജ വക്കം MTയെക്കുറിച്ച് എഴുതിയ കവിതയും മാതൃഭൂമി സ്പെഷ്യൽ എഡിഷനിൽ പ്രസിദ്ധീകരിച്ചു. വടക്കൻ വീരകഥ എന്ന സിനിമയിലൂടെ പരിചയപ്പെട്ട MTയെക്കുറിച്ച് യുവ ചരിത്രകാരൻ മനു S പിള്ള എഴുതിയ ലേഖനവും ചരിത്രപുരുഷൻ എന്ന പേരിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാപ്രതിഭയ്ക്ക് സാദര പ്രണാമം എന്ന തലക്കെട്ടാണ് മാതൃഭൂമി മുഖപ്രസംഗത്തിന് നൽകിയത്. MT എന്ന മഹാമനീഷിയുടെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ഈ മുഖപ്രസംഗം. പലതരത്തിൽ മലയാളിയുടെ എല്ലാം പ്രിയപ്പെട്ട MT യാത്രയാകുമ്പോൾ മലയാള പത്രങ്ങൾ അർഹിക്കുന്ന ആദരവ് അദ്ദേഹത്തിന് നൽകിയെന്നാണ് മീഡിയ വാച്ച് ലോഗ് നിരീക്ഷിക്കുന്നത്. എഴുത്തുകളിലും എഴുത്തുകാരുടെ തിരഞ്ഞെടുക്കലുകളിലും ആവർത്തനങ്ങൾ ഏറെയുണ്ടെങ്കിലും വ്യത്യസ്തമായ ഫീച്ചറുകൾ നൽകാൻ എല്ലാവരും ശ്രമിച്ചു. കൂട്ടത്തിൽ MTയുടെ കഥാപാത്രങ്ങൾ MTക്ക് യാത്രയയപ്പ് നൽകുന്നത് പോലെയുള്ള വ്യത്യസ്തമായ ഫീച്ചറുമായി മലയാള മനോരമ അല്പം കൂടി ക്രിയേറ്റീവായതായി മീഡിയ വാച്ച് ലോഗ് വിലയിരുത്തുന്നു. അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളിൽ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകളും സമീപനങ്ങളും വിശകലനം ചെയ്യാം. നന്ദി.